ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് 3-ാം തീയതി. അതായത് നാളെ. ഇന്ന് വീഡിയോ എടുക്കുന്നത് 2-ാം തീയതി. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ പോകണം. അപ്പോൾ മാളിലാണ് പോകുന്നത്. അനിയൻ വരും, അനിയനും വൈഫും വരും, അവരുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. എന്ത് വാങ്ങുമെന്ന് ഇതുവരെയ്ക്കും ഒരു തീരുമാനമായിട്ടില്ല. എന്തെങ്കിലും നോക്കണം. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ആൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് നോക്കണം. അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി സാരിയൊക്കെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല. സാരി കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവരെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അവർ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ സാരി. ഇഷ്ടമായോ? കൊള്ളാവോ? ഇതാണ് കേട്ടോ വെറുതെ സാരിയാണെങ്കിൽ ഒതുങ്ങാത്തൊരു ടൈപ്പ് ഓഫ് സാരിയാണ് കേട്ടോ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാറിൽ തന്നെ പോയി ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ല. അത് വാങ്ങുക, വീട്ടിലേക്ക് വരിക. അതുകൊണ്ട് വലിയ ടാസ്ക് ഉണ്ടാവില്ല. എന്ന് തോന്നുന്നു. നോക്കാം എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം അല്ലേ. അപ്പം പിന്നെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ബൈ. അങ്ങനെ അവർ വന്നായിരുന്നു കേട്ടോ. അവർ വന്ന് പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു 12 മണി കഴിഞ്ഞായിരുന്നു. ഞാനും മോനും പിന്നെ അനിയനും വൈഫും ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോയത് മാളിലേക്കായിരുന്നു. ഒരു മാളിലെ സ്റ്റുഡിയോയിലാണ് പോയത്. ഇത് മിക്കവർക്കും അറിയായിരിക്കും. നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂർ വന്നിട്ട് ഇത് അനന്തപുരി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടിരിക്കുന്നത്. ഞാൻ മിക്കപ്പോഴും നമുക്ക് ലുലു മാള് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്ക് മാളിലാണ് പോകുന്നത്. അപ്പോൾ തിരക്കും കുറവാണ്. പെട്ടെന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് വരണമെങ്കിൽ നമുക്ക് മാളാണ് കുറച്ചുകൂടെ സൗകര്യമെന്ന് തോന്നുന്നു. ലുലു ഒക്കെ വന്നപ്പോഴത്തേക്ക് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഞങ്ങൾ പോയപ്പോഴത്തേക്കും തിരക്ക് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. ഉച്ച സമയത്തായതുകൊണ്ട് തിരക്ക് അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ കമ്പനി അടിച്ച് ഇങ്ങനെ പോകാൻ കേട്ടോ. നേരെ സ്റ്റുഡിയോയിലേക്കായിരുന്നു. അവിടെ സ്റ്റുഡിയോയിൽ പോകാം, വാങ്ങിയിട്ട് ഉടനെ വരാം എന്നുള്ള ഇതിൽ സ്റ്റുഡിയോയിലായിരിക്കുമായിരുന്നു കേട്ടോ പോയി ഞാൻ. കാരണം കഴിഞ്ഞ വർഷവും ഞാൻ അവിടെ നിന്ന് തന്നെയായിരുന്നു ഒരു ക്യാൻവാസ് വാങ്ങിക്കൊടുത്തത്. എനിക്ക് പിന്നെ ഇതിൻ്റെ വലിയ പിടുത്തമില്ല കേട്ടോ. അങ്ങനെ അത്രയ്ക്ക് ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ കൂട്ടിയിട്ട് പോയത്. അവനാകുമ്പോഴത്തേക്ക് അറിയാമല്ലോ. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് അവനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. പല കളേഴ്സും ഇങ്ങനെ ഉള്ള കളേഴ്സ് വേണ്ട എന്നുള്ള ഇതിലൊക്കെ നോക്കുമായിരുന്നു. ആൾ വലുതായിട്ട് അങ്ങനെ യൂസ് ചെയ്തില്ല. എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനെ നോക്കി 2-3 ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരെണ്ണം ഇട്ട് നോക്കുമായിരുന്നു കേട്ടോ. അവൻ്റെ സൈസ് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ സൈസ്. അപ്പോൾ അവൻ ഇട്ട് നോക്കുമ്പോഴത്തേക്ക് ഓക്കെയാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു കേട്ടോ. ഇതിട്ട് നോക്കിയപ്പോഴത്തേക്ക് കുഴപ്പമില്ല, സൈസെല്ലാം ഓക്കെയാണ്. ആൾ അപ്രൂവ് ചെയ്തപ്പോൾ ഇത് സെലക്ട് ചെയ്തു. അങ്ങനെ പിന്നെ അതൊക്കെ സെലക്ട് ചെയ്തു. ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ പോവാം എന്ന് വിചാരിച്ചാൽ നമ്മളിങ്ങനെ പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓരോന്നൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്നല്ലേ. ഇത് ഞാനാണ് കേട്ടോ ഇതെല്ലാം പിടിച്ചു വെച്ചോണ്ട് നിൽക്കുകയാണ്. സാരി ഒരു വഴി, അതും ഒരു വഴിക്ക് എൻ്റെ ദേ കൊച്ചു കൊണ്ട് പോകുന്നു. അങ്ങനെ പിന്നെ ഇതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്കും ഒരു മോഹം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാലോ എന്ന്. പിന്നെ ഒന്നും വാങ്ങില്ല കേട്ടോ. ഞാൻ ഒന്നും വാങ്ങിയില്ല. ജസ്റ്റ് ഇങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ അവിടുത്തെ പെർഫ്യൂമൊക്കെ നോക്കി. പക്ഷേ ലാസ്റ്റിംഗ് പവർ കുറവായതുകൊണ്ടും ഒന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ അത് മാത്രം വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ബില്ല് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ ഒരു പെർഫ്യൂം ഇരിപ്പുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് മണപ്പിച്ച് നോക്കിയത്. അത്യാവശ്യം നല്ല ഹാർഡ് സ്മെല്ലാണ് കേട്ടോ. പിന്നെ ബില്ലൊക്കെ വാങ്ങി അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ മിറർ സെറ്റ് ഫീലാണ്ട് എന്താണ് പിന്നെ എന്തായാലും മിറർ കണ്ട എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നറിയാമല്ലോ. പിന്നെ അതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞു മോനൊരു ആഗ്രഹം. അവിടെ ബസ്സായിരുന്നു കേട്ടോ. മുന്നേ നമ്മൾ പോകുമ്പോഴത്തേക്ക് ട്രെയിനായിരുന്നു. അങ്ങനെ പിള്ളേരെ രണ്ടുപേരും നമ്മൾ വണ്ടിയിൽ കയറ്റി വിട്ടു. പാപ്പന് മാത്രം വേണ്ട, നീ പോണില്ലേ? പിള്ളേരെ പറഞ്ഞോട് ബൈ. പാപ്പ ബൈ, ടാറ്റാ, ഹാപ്പി ജേണി. പിന്നെ അതിനുശേഷം പിന്നെ അവരെ വണ്ടിയിൽ കയറ്റി വിട്ടതിന് ശേഷം ഞാൻ പിന്നെ രാമചന്ദ്ര കണ്ടായിരുന്നു കേട്ടോ. രാമചന്ദ്ര കാണുമ്പോഴത്തേക്കും ഒരു വൈബല്ലേ. എന്തായാലും അവിടെ കയറി നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കി. ഇത് മില്ലറ്റിൻ്റെ ഇതാണ്, മുസ്ലിയാണ് കേട്ടോ. റാഗി അങ്ങനെയൊക്കെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലത്. റോസ്റ്റഡ് ആണ്. പിന്നെ അതൊക്കെ നോക്കി. ഇത് കോൺ കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കോൺ. പക്ഷെ ഞാൻ വാങ്ങിയില്ല. ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വാങ്ങിയില്ല. പിന്നെ ഇതെല്ലാം സ്നാക്സ്. ചൂടായിരുന്നു കേട്ടോ. നല്ല ചൂടോടെ സ്നാക്സൊക്കെ ഇങ്ങനെ വെറുതെ നോക്കിയതാണ്. കണ്ടപ്പോഴത്തെ വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് അതൊന്നും കഴിക്കാൻ പോയില്ല. പിന്നെ ഈ ബണ്ണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു. അതിപ്പോൾ അവർ ചെയ്തിറക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഐസ്ക്രീം കണ്ടപ്പോഴത്തേക്ക് വലിയ റേറ്റില്ല. അങ്ങനെ ഐസ്ക്രീം ആദ്യം അവന് കൊടുത്തപ്പോഴത്തേക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അടുത്തപ്പോൾ ഒന്നുകൂടി നിർബന്ധിച്ചപ്പോഴത്തേക്ക് ആൾ പിന്നെ അതും കഴിച്ചു. പിന്നെ ഐസ്ക്രീം മാത്രം ഞങ്ങൾ ജസ്റ്റ് കുടിച്ചോളൂ. ഐസ്ക്രീമൊക്കെ
കുറച്ച് നേരം പിന്നെ അവിടെ ഓരോരോ സാധനങ്ങളൊക്കെ നോക്കി നിന്നു. വേറൊന്നും വാങ്ങിയില്ല, അവിടെ നിന്നും വാങ്ങിയില്ലായിരുന്നു. ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. കുഞ്ഞു അവനായിരുന്നു ലേറ്റായത്. അവന് കുറച്ച് നേരം എടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കണ്ടോ, നെറ്റിപ്പൊട്ടം, ആനപ്പൊട്ടം നെറ്റിപ്പൊട്ടം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സൈസ് അത്യാവശ്യം മീഡിയം സൈസ് ആണെങ്കിൽ അത് 600 സംതിങ്ങോ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ അതൊക്കെ നോക്കി ഇപ്പോഴുണ്ടല്ലേ സൂത്രൻ. മായവില്ലേ? മായവില്ലാത്ത ഡ്രാക്കുള മായവില്ല കേട്ടാ. സൂത്രം കണ്ടു. എത്ര സന്തോഷം. മായാവി നീളം കുറച്ചത്. മായാവി ഉണ്ട് കേട്ടാ. പോവാം ബാപ്പു. അങ്ങനെ പിന്നെ മായാവിയൊക്കെ കണ്ട സന്തോഷത്തിൽ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കായിരുന്നു ഓണമല്ലേ. ഓണം ഇതിൻ്റെ കുറേ സെറ്റും ഉണ്ട്. അങ്ങനെ ഇതായിരുന്നു എനിക്ക് ചെക്കിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ വെറുതെ നോക്കിയെന്നുള്ളൂ. ഞങ്ങൾക്കിവിടെ ബാലരാമപുരം കൈത്തറി അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വാങ്ങത്തില്ലായിരുന്നു. ജസ്റ്റ് നോക്കി അവിടെ നിന്ന് നല്ലത് കിട്ടുമല്ലോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഹായ്. അങ്ങനെ വീടെത്തി കേട്ടോ. കുറച്ച് നേരം വീടെത്തിയിട്ട് പിന്നെ അവരോടൊക്കെ കുറച്ച് പേര് സംസാരിച്ചുകൊണ്ടിരുന്നു. അവരൊക്കെ പോയി സംസാരിച്ച് എന്നെ കൊണ്ടാക്കിയിട്ട് അവർ പോയി. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. 3 മണിക്ക് വീണ്ടും ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോകണം. ചെറിയൊരു ശ്വാസം മുട്ടൽ പോലെ അങ്ങനെയുണ്ട്, വലിയ കുഴപ്പമില്ല. ഇഞ്ചിയറിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല ചൂട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചൂടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഈ സാരിയും കൂടി എടുത്തിട്ട് കുഴപ്പമില്ല. സാരി കംഫർട്ടായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം ദൂരം വേറെ ഒന്നും പോകാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ചോറ് കഴിക്കണം. ചോറൊന്നും കഴിച്ചില്ല, ഇനി കഴിക്കണം. കഴിച്ചിട്ട് ഡാൻസ് പ്രാക്ടീസിന് പോകണം. പറ്റിയാൽ അതിൻ്റെ വീഡിയോ കൂടെ ഇട്ടേക്കാം, ഇല്ലെങ്കിൽ ഇതോടുകൂടെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. നോക്കട്ടെ, ഉണ്ടെങ്കിൽ പറ്റിയാൽ അത് എടുക്കാം. കാരണം മക്കളൊന്നും വരുന്നില്ല, അപ്പോൾ വീഡിയോ എടുത്ത് തരാനൊരു ചെറിയ ഇത് കാണും. ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇതോടുകൂടെ ബൈ. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. നാളത്തെ വീഡിയോ ഉണ്ട് കേട്ടോ. നാളത്തെ വീഡിയോ സ്പെഷ്യൽ അല്ലേ, ബർത്ത്ഡേ വീഡിയോ വരുന്നുണ്ട്. സർപ്രൈസ് ആയിരിക്കും തോന്നുന്നു. സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കും. സർപ്രൈസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. സർപ്രൈസ് ആവുമെങ്കിൽ അതും വീഡിയോയും കൂടിയിട്ട് നാളത്തെ വീഡിയോ വരും. ഹായ്. കുറച്ച് നേരത്തെ റെസ്റ്റിന് ശേഷം വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. പ്രാക്ടീസിന് പോകണം. പ്രാക്ടീസിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വണ്ടി എടുക്കണം. മക്കളില്ല, മക്കളെയൊക്കെ രണ്ടുപേരെ അനിയൻ്റെ അടുത്താക്കിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് കാണാം. ഓണപ്പരിപാടിയാണ്. ഓണത്തിൻ്റെ പ്രാവശ്യം പുതിയ പാട്ടാണ്, പുതിയ സ്റ്റെപ്സാണ്, എല്ലാം പുതിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് കാണാവേ. വണ്ടി എടുക്കണം, പോകണം. വീഡിയോ എടുത്തവരാരും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം നോക്കാം കേട്ടോ, മാക്സിമം എടുക്കാൻ. അപ്പോൾ പ്രാക്ടീസിന് കുറച്ച് പേര് വന്നായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പുതിയ പാട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കാണ് ഞാനൊരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. നീ എന്തിനാ ഡാഡിയുടെ സർപ്രൈസ് പൊട്ടിച്ച? നീ എന്തിനാ ഡാഡിയോട് സർപ്രൈസ് പറഞ്ഞേ? ഇനി വന്നേ, എന്തിനാ സർപ്രൈസ് പറഞ്ഞ ഡാഡിയോട്? വിഷമോ? ഡാഡി വിഷമൊന്നും ആവില്ല, നാളെ സർപ്രൈസ് കൊടുക്കുകയല്ലേ. എന്നോട് പറഞ്ഞ സർപ്രൈസ് ചെയ്ത് പറയോ? സർപ്രൈസ് പറയോ? പ്രോമിസ്? ഡാഡി ചോദിച്ചതിന് സർപ്രൈസ് പറയില്ലേ? നമ്മുടെ സർപ്രൈസ് എല്ലാം അത്യപൂർവം നല്ല രീതിയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. സർപ്രൈസ് എല്ലാം നേരത്തെ പൊട്ടിച്ചു. പാപ്പു സർപ്രൈസ് എല്ലാം പൊട്ടിച്ചു. സർപ്രൈസ് ആയില്ലേ? അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.